ചോദ്യം ചെയ്യൽ തുടരുകയാണ്. DIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതാണ്ട് 4 മണിക്കൂറായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. പ്രധാനമായും ഈ പോലീസിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവതിയെ അറിയാമെന്നുള്ള കാര്യത്തിൽ രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും MLA ആകുന്നതിന് മുമ്പും MLA ആയ ശേഷവും ഇയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യ കേസിലുണ്ടായ പീഡനം എങ്ങനെയായിരുന്നു, ബലാത്സംഗം എങ്ങനെയായിരുന്നു, അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് UK ജോലിയുള്ള ഒരു യുവതിയുടെ പരാതി. ഇമെയിൽ സന്ദേശത്തിലൂടെ ലഭിച്ച പരാതി അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് അന്വേഷിച്ചത്. ആ പരാതിയുടെ ഒരു വിവരങ്ങൾ പോലും പുറത്തുവിടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കാര്യങ്ങൾ ആലോചിക്കുകയും രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. രാഹുൽ ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതിൽ യുവതി എടുത്തു പറയുന്നത് ഈ രാഹുൽ പത്തനംതിട്ടയിലെ ഹോട്ടലിൽ വെച്ച് 2024 ഏപ്രിൽ മാസത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കി. നേരത്തെ സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം പിന്നീട് കൂടുതൽ ദൃഢമാകുന്നു. അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണണമെന്ന് പറയുന്നു. ആ സമയത്ത് രാഹുൽ ജനപ്രതിനിധി ആയതിനാൽ ഈ തൻ്റെ ഒരു സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാൻ സാധിക്കില്ല, പകരം ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് പറയും. ആ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ക്രൂരമായി കടന്നാക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. അതിക്രൂരമായിട്ടുള്ള രീതിയിൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ യുവതി മൊഴി നൽകിയിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം രാഹുൽ നടത്തി. ഈ DNA പരിശോധനയ്ക്ക് ശ്രമിച്ച സമയത്ത് DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ യുവതി മുന്നോട്ട് വെച്ച സമയത്ത് അതിന് തയ്യാറായില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് DYSP അജയനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു വനിതാ പോലീസുകാരും മറ്റ് CA അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അകത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചിലപ്പോൾ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കമാണ് ഇത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. DYSP അജയനാഥിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ DYSP വിദ്യാധരൻ അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രാഹുലിൻ്റെ വൈദ്യ പരിശോധന ഇനി വരും അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കാനാണ് സാധ്യത. കാര്യം അതായത് 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇവിടെ എയർ ക്യാമ്പിന് മുന്നിലുണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ തന്നെ നേരെ വിളിച്ച് അകത്തേക്ക് മാറ്റിയിരിക്കുന്നു. ക്യാമ്പിൽ നിന്നും അതുപോലെ തന്നെ വിവിധ സ്റ്റേഷനിൽ നിന്നൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട്. MLA ആണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുക, അറസ്റ്റ് മെമ്മോ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പോലീസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അകത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. DIG പൂങ്കുഴലി അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക ഉടൻ തന്നെ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കായി പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എയർ ക്യാമ്പിൽ മുനകൾക്ക് മുന്നിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. ഈ യുവതിയുടെ പരാതി ആദ്യ കേസിലെ അതിജീവിത അതിന് സമാനം അല്ലെങ്കിൽ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പരാതിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും രാഹുലിന് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരടക്കമുള്ള ആൾക്കാർ പറയുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.